This program brought to you by NK Group. Lucky Center and Lucky Department Store, Ajuman. അവർ ടി വി 24/7 വാരാന്ത്യ വാർത്താ വിശകലനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. റമദാൻ മാസം ലോകത്തിന് തന്നെ മാതൃകയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പുണ്യമാസം UAE ലോകത്തിന് തന്നെ ഒരു മാതൃകയായിരിക്കുകയാണ്. കഴിഞ്ഞ 4 ദിവസങ്ങളുടെ പത്രങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ ദുബായ് ലോഞ്ചസ് ഡ്രൈവ് ടു ഡിസ്ട്രിബ്യൂട്ട് 7 മില്യൺ മീൽസ് ആണ് ദുബായ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റനവധി ഇൻ്റർനാഷണൽ ഹ്യൂമാനിറ്റേറിയൻ വർക്കുകൾ UAE ഇൻ്റർനാഷണലായിട്ട് ഈ റമദാൻ്റെ ഭാഗമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നും UAE കാരുണ്യ പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ ഹ്യൂമാനിറ്റേറിയൻ വർക്കിനും ലോകരാജ്യങ്ങളിൽ ഏറ്റവും മുൻപന്തിയിലാണ് ഇന്ന് UAEയുടെ ഈ ഹ്യൂമാനിറ്റേറിയൻ എക്സലൻസിൽ ഇന്ത്യക്കാരായ നമ്മളും പങ്കുചേരുന്നു. അതുപോലെ തന്നെ UAEയുടെ ഈ ഹ്യൂമാനിറ്റേറിയൻ ഡ്രൈവിന് നമ്മളുടെ എല്ലാ പിന്തുണയും ഈ അവസരത്തിലും നമ്മൾ അർപ്പിക്കുകയാണ്. മറ്റൊരു റമദാനെ സംബന്ധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്നത് 4.5 million people in 53 nations to benefit from ERC's Ramadan initiatives by UAE ആണ്. അപ്പോൾ ഈ UAE റമദാൻ്റെ ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ലോകത്തെ 53 നാഷൻസിലേക്ക് എക്സ്പാൻഡ് ചെയ്തിരിക്കുകയാണ്. അത് സംബന്ധിക്കുന്നതായ വാർത്തകൾ വിശദമായി തന്നെ എല്ലാ പേപ്പറുകളിലും വന്നിട്ടുണ്ട്. റമദാൻ്റെ മറ്റൊരു കാര്യത്തിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ റമദാൻ നോമ്പിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പത്രങ്ങൾ നമ്മൾ നോമ്പിൽ പാലിക്കേണ്ടതായ വളരെ ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് ഹെൽത്ത് വെൽനസ്സിൻ്റെ കുറേയധികം ഡീറ്റെയിൽസുകൾ എല്ലാ പത്രങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാ പത്രങ്ങളും നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ അവരെല്ലാം തന്നെ എല്ലാവരും ഒരേപോലെ തന്നെ എടുത്തു പറയുന്നൊരു കാര്യം എന്നത് ഡ്യൂറിങ് ഈ റമദാൻ ടൈമിൽ നമ്മൾ അധികം എക്സസീവായ ഫുഡ് കഴിക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം ഒരു 13 മണിക്കൂർ നോയമ്പ് പിടിച്ചതിന് ശേഷം നമ്മൾ നോമ്പ് മുറിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഒരു ഹെവി ഫുഡ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ആരോഗ്യത്തെ അത് ബാധിക്കാം. പ്രത്യേകിച്ചും ക്രോണിക് ഡിസീസ് ഉള്ളവരും ബ്ലഡ് പ്രഷർ ഉള്ളവരും അതുപോലെ ഷുഗർ പേഷ്യൻസൊക്കെ വളരെയധികം കെയർഫുൾ ആവേണ്ട ഒരു സമയമാണ്. അപ്പോൾ ഒരു ബാലൻസ്ഡ് ഡയറ്റിലൂടെ ആയിരിക്കണം ഈ നോമ്പിനെ നമ്മൾ ഒരു ബാലൻസ്ഡ് ഡയറ്റിലൂടെ നോമ്പ് പിടിക്കണം എന്നാണ് എല്ലാ എക്സ്പെർട്സുകളും പറയുന്നത്. എക്സസീവായ ഫുഡുകൾ കഴിക്കാതിരിക്കുക, അതുപോലെ തന്നെ ഷുഗർ കണ്ടൻ്റായ സ്വീറ്റ് സംബന്ധമായ ഷുഗർ സംബന്ധമായ ആഹാര പദാർത്ഥങ്ങളൊക്കെ തന്നെ നോയമ്പ് മുറിക്കുന്ന സമയത്ത് കഴിവതും ഒഴിവാക്കുവാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നോയമ്പ് ഈ തുറക്കുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂറിന് മുമ്പ് നമ്മുടെ വീട്ടിലൊരു ഇൻഹൗസ് ആയിട്ട് നിന്നുകൊണ്ട് അല്പം എക്സസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ആരോഗ്യപരമായി വളരെ നല്ലതായിരിക്കുമെന്നാണ് ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ നോയമ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നമസ്കാരങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ഒരല്പം എക്സസൈസ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഡീഹൈഡ്രേഷൻ ആവാതിരിക്കാൻ നോക്കുക. അത് നോയമ്പ് പിടിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആവശ്യമായ വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ നോയമ്പ് പിടിക്കുന്നതിനും അതുതന്നെ നോയമ്പ് പിടിച്ചതിന് ശേഷവും നമുക്ക് നല്ല പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക, നല്ല ഫ്രൂട്ട്സുകൾ കഴിക്കുക, വെള്ളം ധാരാളം കുടിക്കുക. അതുപോലെ തന്നെ മറ്റു ഈ ജങ്ക് ഫുഡുകൾ കഴിവതും ഒഴിവാക്കുക. എണ്ണ പലഹാരങ്ങൾ കഴിവതും അധികം ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള ഇത്തരത്തിലുള്ള കോമൺ ടിപ്സുകൾ എല്ലാ പത്രങ്ങളും തുടർച്ചയായി തന്നെ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആരോഗ്യ പ്രശ്നമുള്ളവർ തീർച്ചയായിട്ടും ഈ നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. റമദാനെ സംബന്ധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്നത് റമദാൻ ഹൗ ടു സ്റ്റേ സേഫ് ഓൺ റോഡ്സ്. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കാരണം ട്രാഫിക്ക് പലപ്പോഴും ഞാനും ഒരു ഉദ്യോഗസ്ഥനാണ്, ഞാനും അത് ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ്. നോയമ്പ്
സമയത്ത് സ്വാഭാവികമായിട്ടും ഡ്യൂട്ടി അവേഴ്സ് 2 മണിക്കൂർ കുറവാണ്, പ്രൈവറ്റ് ആയിരുന്നാലും ഗവൺമെൻറ് ഏതൊരു ഫേമിലായിരുന്നാലും. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക പീക്ക് അവേഴ്സിൽ ട്രാഫിക് വളരെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ നോയമ്പ് തുറക്കുന്നതിന് മുമ്പുള്ള സമയങ്ങളിൽ തന്നെ ആളുകൾ ജോലി എല്ലാം കഴിഞ്ഞിട്ട് പെട്ടെന്ന് നോമ്പ് കുറിക്കാനുള്ള ആ ഒരു വേഗത്തിൽ ട്രാഫിക് വയലേഷൻസുകൾ പലപ്പോഴും കൂടാറുണ്ട്. അത്തരം ട്രാഫിക് വയലേഷനുകൾ വലിയൊരു ആക്സിഡൻസിലേക്ക് നീങ്ങാറുണ്ട്. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് നോയമ്പ് പിടിച്ച് ഉച്ചയ്ക്ക് വണ്ടി ഓടിക്കുന്നവർ ചിലപ്പോൾ ഒരു ഉറക്കം ഫീൽ ചെയ്യുകയും അങ്ങനെ വളരെ സ്പീഡിൽ വണ്ടി ഓടിക്കുകയും ഉറക്കം വരികയും ഒരു ഫീലിങ്സ് ഉണ്ടാകുകയും ഡോസിനെസ് ഉണ്ടാകുകയും അത് മറ്റൊരു ട്രാഫിക് ആക്സിഡൻറ്റ്സിൽ പോകുന്ന ഒരു റിപ്പോർട്ട്. അതുപോലെ തന്നെ വളരെ ആംഗ്രി ആയിട്ട് അല്ലെങ്കിൽ പെട്ടെന്നൊരു അഗ്രസീവായ ഒരു റെക്ലെസ്സായ ഡ്രൈവിംഗ് നടത്തുക, ഇത്തരം കാര്യങ്ങളൊക്കെ റമദാനിൽ നമ്മൾ പലപ്പോഴും കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്. അതുകൊണ്ട് തന്നെ ഈ സമാധാനവും സന്തോഷവും സഹനശക്തിയുമാണ് റമദാൻ മാനവരാശിക്ക് വിഭാവനം ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്താ വിശകലനം എന്നത് ബിവെയർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈസ് ഓൺ ട്രാഫിക് ഡ്യൂട്ടി ഇൻ ദുബായ് എന്നാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. എല്ലാ വണ്ടി ഓടിക്കുന്ന എല്ലാ ആളുകളും തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു വാർത്തയാണ്. ദുബൈയിൽ നിന്നാണ് ഈ ദുബായ് പോലീസിൻ്റെ ഒരു വാർത്തയാണ് പത്രങ്ങൾ വന്നിരിക്കുന്നത്. ട്രാഫിക് വയലേഷൻസുകളും അതുപോലെ തന്നെ സ്പീഡി ആയിട്ടുള്ള റെക്ലെസ് ഡ്രൈവിങ്, ട്രാഫിക് വയലേഷൻസുകൾ, അതുപോലെ തന്നെ നമ്മുടെ ഒരു ആബ്രറ്റ് ആയിട്ടുള്ള ലൈൻ ചേഞ്ചസുകളൊക്കെ തന്നെ ഒരു ടോട്ടൽ വയലേഷൻ ഓഫ് ട്രാഫിക് ഈസ് ഗോയിങ് ടു ബി മോണിറ്റേർഡ് ബൈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിസ്റ്റം ത്രൂ എ റഡാർ. അതൊരു വളരെ പ്രധാനപ്പെട്ടൊരു ചേഞ്ചസാണ്. നമ്മളിപ്പോൾ പലപ്പോഴും ഒരു ക്യാമറയെ ആസ്പദമാക്കിയാണ് പലപ്പോഴും നമ്മൾ ഡ്രൈവ് ചെയ്യാറുണ്ടെങ്കിലും ഇപ്പോൾ നമുക്കിത് എവിടെയാണ് ഇത് ഡിറ്റക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും അതിനെ ഒരു ഹൈഡ് ചെയ്തുകൊണ്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റത്തില്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അത് റഡാർ സിസ്റ്റത്തിലൂടെ നമ്മൾ ചെയ്യുന്ന എല്ലാ വയലേഷൻസുകളും അതിൻ്റെ ആക്യുറസി ഡീറ്റെയിൽസോട് കൂടി അത് ക്യാപ്ചർ ചെയ്യുകയും അത് പോലീസ് കൺട്രോൾ റൂമിലേക്ക് അതിൻ്റെ ഡാറ്റ ട്രാൻസ്ഫോം ചെയ്യുകയും അതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ ഒരു പെനാൽറ്റി ആയിരുന്നാലും ഫൈൻ ആയിരുന്നാലും മറ്റ് കോൺസിക്വൻസസും നമ്മൾ നേരിടേണ്ടി വരും. അതുകൊണ്ട് തന്നെ പോലീസ് വളരെ വ്യക്തമായി തന്നെ എല്ലാ വാർത്താമാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് ദുബായ് ട്രാഫിക്കിൽ ഇനി മോണിറ്റർ ചെയ്യാൻ പോകുന്നത്. അത് വളരെ എഫക്റ്റീവായിട്ടാണ് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് എക്സീഡിങ് ദ സ്പീഡ് ലിമിറ്റ്. അപ്പം നമുക്ക് പറഞ്ഞിരിക്കുന്ന ഓരോ സ്ഥലങ്ങളിലും ഓരോ സോണുകളിലും പറഞ്ഞിരിക്കുന്ന സ്പീഡ് ലിമിറ്റിൽ നിന്ന് എത്ര ഒരു 80 കൂടിക്കഴിഞ്ഞാൽ അതിന് ഓരോ ഘട്ടങ്ങൾ വെച്ചാണ് കൂടുന്നത്. ചിലപ്പോൾ നമ്മളൊരു സ്ഥലത്ത് 80 സ്പീഡാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ 100 ആണെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 20 കിലോമീറ്റർ 20 ആ 20 കിലോമീറ്റേഴ്സിൻ്റെ ഫൈനിന് പ്രത്യേകത. അങ്ങനെ അതിൻ്റെ ഗ്രാജുവലി, അതായത് സബ്സിക്വൻസിലി അതിൻ്റെ ആ ഒരു വേരിയേഷൻസ് അനുസരിച്ച് ഫൈനിൻ്റെ ഇതും വേരിയേഷൻസും വരും. അത് എല്ലാ പേപ്പറിലും വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. ഞാൻ റെഫർ ചെയ്ത ഗൾഫ് ന്യൂസിൽ തേഴ്സ്ഡേയിൽ വന്ന മാർച്ച് 6 വന്നൊരു ന്യൂസ് പേപ്പറിൽ ഇത് വളരെ വ്യക്തമായിട്ട് ഈ താരിഫുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റെക്ലെസ് ഡ്രൈവിംഗ് ആണെന്നുണ്ടെങ്കിൽ 600 ദിർഹംസാണ് ഫൈന്. അതുപോലെ തന്നെ വണ്ടി 7 ദിവസത്തേക്ക് കസ്റ്റഡിയിലെടുക്കും. കൂടാതെ 4 ബ്ലാക്ക് പോയിൻറ്റ്സാണ്. അപ്പോൾ ഇംപ്രോപ്പർ റോഡ് ഷോൾഡർ യൂസേജ് അത് വളരെ പ്രധാനപ്പെട്ടാണ്. കാരണം ഒരു മേജർ ആക്സിഡൻറ്റ്സ് നമ്മളൊരു ഷോൾഡർ നോക്കാതെ നമ്മൾ വണ്ടിയുടെ മൂവ്മെൻറ്റ്സ് അറിയാതെ തന്നെ പെട്ടെന്ന് ലൈൻ ചേഞ്ചസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു വലിയ ആക്സിഡൻറ്റ്സിലേക്കും ഫാറ്റാലിറ്റിയിലേക്കും മരണത്തിലേക്കൊക്കെ പോകാൻ ഉള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഫൈൻ എമൗണ്ട് ഈസ് ഫിക്സ്ഡ് ദിർഹംസ് 1000 ദിർഹംസാണ് പറഞ്ഞിരിക്കുന്നത്. 30 ദിവസം വണ്ടി പോലീസ് കസ്റ്റഡിയിൽ വയ്ക്കും. 6 ബ്ലാക്ക് പോയിൻറ്റ്സാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ അതർ വയലേഷൻസ്, നമ്മൾ സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കാതെയാണ് വണ്ടി ഓടിക്കുന്നുണ്ടെങ്കിൽ 400 രൂപയും 4 ബ്ലാക്ക് പോയിൻറ്റ്സുമാണ് പറഞ്ഞിരിക്കുന്നത്. യൂസിങ് എ മൊബൈൽ ഫോൺ വൈൽ ഡ്രൈവിംഗ് അത് വളരെ പ്രധാനപ്പെട്ടാണ്. നമുക്ക് ഒരിക്കലും മാറ്റാനാവാത്തൊരു ഹാബിറ്റാണ്. ഇപ്പോഴും നമ്മൾ ആ ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെല്ലാവരും ചെയ്യുന്നൊരു ഹാബിറ്റാണ് മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമുക്ക് തോന്നും ക്യാമറ ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഒന്ന് മൊബൈൽ താഴ്ത്തി വയ്ക്കുക, അത് കഴിഞ്ഞ ശേഷം വീണ്ടും നമ്മൾ മൊബൈൽ സ്പീക്ക് ചെയ്യുക. പക്ഷേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിസ്റ്റം നമ്മൾ ഏത് രീതിയിൽ ഹൈഡ് ചെയ്ത് മൊബൈൽ ഫോൺ യൂസ് ചെയ്താലും അത് റഡാർ സിസ്റ്റത്തിലൂടെ ഡിറ്റക്റ്റ് ചെയ്യുകയും അത് മെസ്സേജ് പോലീസ് കൺട്രോൾ റൂമിലേക്ക് കൊടുക്കുകയും അതിനനുസരിച്ചുള്ള നിയമ നടപടികൾ നമുക്ക് വിധേയമാകേണ്ടി വരും. അങ്ങനെ വരുന്നവർക്ക് 800 ദിർഹംസിൻ്റെ ഫൈനും 4 ബ്ലാക്ക് പോയിൻറ്റ്സുമാണ് പറഞ്ഞിരിക്കുന്നത്.
വിൻഡോ ടിൻറ്റിങ് വയലേഷൻസ് പലപ്പോഴും നമുക്ക് കാണാവുന്ന ഒരു അൺഹെൽത്തി പ്രാക്ടീസാണ്. നമ്മൾ കറുത്ത ഒരു ടിൻറ്റഡ് ഗ്ലാസ് കൊടുക്കും. പക്ഷേ നമ്മുടെ ഒരു പേഴ്സണൽ ഗെയിം വെച്ചുകൊണ്ടായിരിക്കും ഒരു പക്ഷേ നമ്മൾ കൂടുതൽ ബ്ലാക്ക് ടിൻറ്റഡ് ഗ്ലാസ് ഉപയോഗിക്കുന്നതെങ്കിലും പക്ഷേ അത് വയലേഷൻ ഓഫ് ട്രാഫിക് റൂളാണ്. അതിന് 1500 dirhams ആണ് ഫൈൻ പറഞ്ഞിരിക്കുന്നത്. സേഫ് ഫോളോയിങ് ഡിസ്റ്റൻസ് അത് നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു വലിയൊരു കോമൺ മിസ്റ്റേക്കാണ്. എപ്പോഴും ട്രാഫിക് ജാമുള്ള സമയങ്ങളിലാണ് നമ്മൾ വളരെ ടച്ച് ടു ടച്ച്, അതായത് പുഷ് ടു പുഷ് എന്ന വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു ഡിസ്റ്റൻസിലാണ് നമ്മളെപ്പോഴും പലപ്പോഴും നമ്മളെല്ലാം ഡ്രൈവ് ചെയ്യുന്നത്. അതും ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിസ്റ്റം ഡിറ്റക്റ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സേഫ് ഡിസ്റ്റൻസ്, വണ്ടികൾ തമ്മിലുള്ള ഒരു സേഫ് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാത്ത വണ്ടികൾക്ക് കിട്ടുന്ന ഫൈൻ 2000 dirhams 12 ബ്ലാക്ക് പോയിൻറ്റ്സുമാണ്. ഈ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കണം. സേഫ് ഡിസ്റ്റൻസിലൂടെ അല്ല വണ്ടി നമ്മൾ ഓടിക്കുന്നതെങ്കിൽ അത് ഡിറ്റക്റ്റ് ചെയ്യുകയാണെങ്കിൽ 2000 dirhams ഫൈനും 12 ബ്ലാക്ക് പോയിൻറ്റ്സുമാണ്. നമുക്കറിയാം 24 ബ്ലാക്ക് പോയിൻറ്റ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലൈസൻസിന് റദ്ദാവാനുള്ള സാധ്യതയുണ്ട്, നിയമ നടപടികൾ വിധേയനാവും. അതുകൊണ്ട് തന്നെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു ഇൻഫർമേഷനാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് അല്പം സമയമെടുത്ത് വീണ്ടും റിപ്പീറ്റഡായിട്ട് ഈ ഒരു മെസ്സേജ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ഫാളിങ് ടു ഗീവ് വേ ടു പെഡസ്ട്രിയൻസ് അറ്റ് ക്രോസിങ്സ്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും നമ്മൾ അശ്രദ്ധമായി, പലപ്പോഴും ഈ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ നമ്മൾ മറ്റേതെങ്കിലും ഒരു അശ്രദ്ധമായി വണ്ടി ഓടിക്കുമ്പോൾ പെഡസ്ട്രിയൻ ക്രോസ് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല. പക്ഷേ പെഡസ്ട്രിയൻ ക്രോസ് നമ്മൾ എന്നെ പ്രയോറിറ്റി കൊടുക്കാതെ നമ്മൾ വണ്ടി ക്രോസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ 500 dirhams ഫൈനും 6 ബ്ലാക്ക് പോയിൻറ്റ്സ് ആണ് പറയുന്നത്. ഒപ്പം അതൊരു എൻഡേഞ്ചറിങ് ടു ദ കമ്മ്യൂണിറ്റിയാണ്. അപ്പം അത് ഫൈനും ബ്ലാക്ക് പോയിൻറ്റ്സിലും എല്ലാത്തിലുപരി ഒരു ഇറ്റ്സ് എൻഡേഞ്ചറിങ് ടു ഹ്യൂമൻ ത്രെറ്റ്. അതുകൊണ്ട് തന്നെ പെഡസ്ട്രിയൻ ക്രോസിങ് വളരെ കെയർഫുള്ളായിരിക്കണം വൈൽ ഓൺ ഡ്രൈവ്. അതുപോലെ തന്നെ അൺഓത്തറൈസ്ഡ് ടേണിംഗ് ഉണ്ട്. അപ്പം നമുക്ക് ചിലപ്പോൾ വഴി തെറ്റിപ്പോകും. നമുക്ക് പലപ്പോഴും ഒരു വഴി തെറ്റിപ്പോയി അല്ലെങ്കിൽ നമുക്കൊരു ഡൗട്ട്ഫുള്ളായിട്ടുള്ള ഒരു റോഡിലെത്തുമ്പോൾ പെട്ടെന്ന് തന്നെ ടേൺ ചെയ്യുന്ന ഒരു ഹാബിറ്റ് നമുക്കെല്ലാവർക്കും ഉണ്ട്. അത്തരം ഹാബിറ്റുകൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇപ്പോഴത്തെ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അത്തരം ടേണുകളും ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ട്. അതിന് 500 dirhams 4 ബ്ലാക്ക് പോയിൻറ്റുമാണ്. അപ്പോൾ സ്മാർട്ട് ഇൻ്റഗ്രേറ്റഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിസ്റ്റമാണ്. അപ്പോൾ ഈച്ച് ആൻഡ് എവറി മൂവ്മെൻറ്റ് ഈസ് ഗോയിങ് ടു ബി ക്യാപ്ചേർഡ് ആൻഡ് ഗീവിങ് ദ ട്രാൻസ്ഫോർമേഷൻ ദ പോലീസ് കൺട്രോൾ, അൾട്ടിമേറ്റ്ലി അഫക്റ്റിംഗ് ഫൈൻ ആൻഡ് അതർ കോൺസിക്വൻസസ്. സോ ബെറ്റർ ജസ്റ്റ് യു ഡ്രൈവ് വെരി കെയർഫുള്ളി ആൻഡ് ഫോളോയിങ് ദ റൂൾസ് പ്രോപ്പർലി, അല്ലേ? അതാണ് നമുക്ക് പറയാനുള്ളത്. നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഡ്രൈവിംഗ് തന്നെ എക്സ്പയർഡ് ലൈസൻസ് 500 dirhams 4 ബ്ലാക്ക് പോയിൻറ്റ്സുമാണ് പറയുന്നത്. സ്റ്റോപ്പിംഗ് ഇൻ ദ മിഡിൽ ഓഫ് ദ റോഡ് വിത്തൗട്ട് ജസ്റ്റിഫിക്കേഷൻ, പലപ്പോഴും നമുക്ക് ചില എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റോ അല്ലെങ്കിൽ നമുക്കൊരു കണ്ണിന് പെട്ടെന്ന് നമുക്കൊരു ഒരു ഫീലിങ്സ് തോന്നുന്ന ഏതെങ്കിലും ഒരു സീൻ കണ്ടാലോ പെട്ടെന്ന് തന്നെ നമ്മൾ അത് നോക്കുകയും അല്പം സമയമെടുത്ത് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ഒരു ഹാബിറ്റ് നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. അത്തരം ഹാബിറ്റും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡിറ്റക്റ്റ് ചെയ്യുന്നതായിരിക്കും. അത്തരം വയലേഷൻസിന് കിട്ടുന്ന ഫൈൻ എന്ന് പറയുന്നത് 1000 dirhams ഫൈനും 6 ബ്ലാക്ക് പോയിൻറ്റ്സുമാണ്. അപ്പം അതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കണം. 6 ബ്ലാക്ക് പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ടോട്ടൽ 24 നിന്ന് 6 പോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ബ്ലാക്ക് പോയിൻറ്റ്സുകളാണ്. അപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു കോൺസിക്വൻസസ്, അതിൻ്റെ ഒരു ക്രിട്ടിക്കാലിറ്റി ഈസ് വെരി ഹൈ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിസ്റ്റം വന്നതോടുകൂടി തന്നെ ഡ്രൈവിംഗ് ഷുഡ് ബി വെരി കെയർഫുൾ. നമ്മൾ വളരെ പേഷ്യൻസ് ആയിരിക്കണം. നമുക്ക് എന്തെങ്കിലും ടെൻഷനോ അല്ലെങ്കിൽ നമുക്കൊരു മറ്റെന്തെങ്കിലും ആങ്സൈറ്റിയോ ടെൻഷനോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ അത് വളരെ ശ്രദ്ധയോടുകൂടി അതിൽ നിന്ന് നമ്മുടെ മനസ്സിനെ മാറ്റി വണ്ടി ഓടിക്കുന്ന ആ ഒരു ശ്രദ്ധയിൽ തന്നെ ഓടിച്ചാൽ മാത്രമേ ഇത്തരം ട്രാഫിക് ഫൈനുകളിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് പോലീസിൻ്റെ ഈ ഒരു ജാഗ്രതാ നിർദ്ദേശം വളരെ സീരിയസ് ആയിട്ട് തന്നെ എല്ലാവരും കൺസിഡർ ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്നത് പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെൻറ്റ്സ് പോപ്പുലർ ചോയ്സ് ടു ഗെറ്റ് UAE ഗോൾഡൻ വിസയാണ്. ഗോൾഡൻ വിസ ഇന്ന് UAEയിൽ കിട്ടാനുള്ള ഏറ്റവും നല്ല ഒരു മാർഗം, വൺ ഓഫ് ദ ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അത് ശരിക്കൊന്ന് 2 million ആൻഡ് എബോവിലേക്ക് വരുന്ന പ്രോപ്പർട്ടി വാങ്ങുന്നവർക്ക് ഒരു 10 yearsൻ്റെ ഗോൾഡൻ വിസ കിട്ടുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സിനോ അല്ലെങ്കിൽ നല്ല സമ്പാദ്യം ഉള്ളവർക്കും ബാങ്ക് സേവിങ്സ് ഉള്ളവർക്കും ഇത്തരം ഗോൾഡൻ വിസ കിട്ടാൻ ഇതൊരു നല്ലൊരു അവസരമാണ്. രണ്ടാമത്തെ മറ്റൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് കുട്ടികൾക്കാണ്. സത്യത്തിൽ നമുക്ക് മലയാളികളെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും ഒരു ഉപകാരപ്രദമായ എങ്ങനെ ഒരു ഈസി വേ ടു ഗെറ്റ് ഗോൾഡൻ വിസ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് നല്ല എക്സലൻ്റ് എഡ്യൂക്കേഷൻ കൊടുക്കുക.
ഇപ്പം നല്ലൊരു ഒരു ഗുഡ് റേറ്റിംഗ് നിൽക്കുന്ന ഒരു കുട്ടി ഒരു അല്പം കൂടി ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു A+ എല്ലാ വിഷയത്തിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ഹൈസ്കൂൾ ഗ്രാജുവേറ്റ് മുതൽ പ്രൊഫഷണൽ ഗ്രാജുവേഷൻ വരെയുള്ള കുട്ടികൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അതിന് തീർച്ചയായിട്ടും നമുക്ക് UAE അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം കുട്ടികളെപ്പോലും അവരുടെ കഴിവുകളെ അംഗീകരിക്കുന്ന, എനിക്ക് തോന്നുന്നു ലോകത്തെ ആദ്യത്തെ ഒരു മാതൃകാ രാജ്യമാണ് UAE എന്ന് പറയുന്നത് തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ കുട്ടികളുടെ ഒരു ഹൈസ്കൂൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടികളുടെ എക്സലൻസ്, ആ കുട്ടിയുടെ ഒരു അച്ചീവ്മെൻറ്റ്സ് പോലും ഒരു വലിയ ഒരു റിസൾട്ടിലേക്കാണ് UAE ഗവൺമെൻറ് കൊണ്ടെത്തിക്കുന്നത്. അങ്ങനെ എല്ലാ നല്ല A+ കിട്ടുന്ന കുട്ടികൾക്ക്, ആ കുട്ടികൾക്ക് തന്നെ അവരുടെ പാരൻസുകളെ ഗോൾഡൻ വിസയിൽ സ്പോൺസർ ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇറ്റ്സ് എൻ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഫോർ അവർ കമ്മ്യൂണിറ്റി അല്ലേ. അതുകൊണ്ട് പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരുടെ പഠിത്തത്തിൽ അല്പം കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരുപാട് പാരൻസിന് ഗോൾഡൻ വിസ എന്നൊരു ഓപ്പർച്യൂണിറ്റി, ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഴിയും. അത് വളരെ ലളിതമായൊരു ചടങ്ങാണ്. അല്പം കുട്ടികളൊന്ന് ശ്രമിച്ചാൽ നമ്മുടെ പാരൻസിനെ നമ്മുടെ കുട്ടികൾക്ക് സ്പോൺസർ ചെയ്യാൻ പറ്റുന്ന ഒരു സുവർണാവസരം എല്ലാ കുട്ടികളും വിനിയോഗിക്കുക. നിങ്ങളുടെ പാരൻസുകൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഒരു ഗോൾഡൻ ഗിഫ്റ്റ് ആയിരിക്കും അത് എന്ന കാര്യത്തിലും സംശയമില്ല. അതുകൊണ്ട് പഠിക്കുന്ന എല്ലാ കുട്ടികളും പഠിത്തത്തിൽ അല്പം കൂടി ശ്രദ്ധിച്ച് ഗോൾഡൻ വിസ നേടാൻ ശ്രമിക്കുക. എൻ്റർടൈൻമെൻറ്റ് ന്യൂസിലേക്ക് കിടക്കുകയാണെങ്കിൽ ഓഫീസർ ഓൺ ഡ്യൂട്ടി എക്സലൻ്റ് പെർഫോമൻസാണ് ഇന്ന് പ്രേക്ഷകരിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ പ്രേക്ഷകരും ഒരുപോലെ സ്വീകരിച്ച ഒരു സൂപ്പർ ഹിറ്റ് ചിത്രമാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. എല്ലാ മലയാളി പ്രേക്ഷകരും തീർച്ചയായിട്ടും സമയം കിട്ടുമെങ്കിൽ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ഓഫീസർ ഓൺ ഡ്യൂട്ടി കാണാൻ ശ്രമിക്കുക. നല്ലൊരു ചിത്രമാണ്, അത് മിസ് ചെയ്യരുത് എന്നാണ് നമുക്കും പറയാനുള്ളത്. മറ്റു സിനിമകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ മുഫാസ ഇപ്പോഴും കണ്ടിന്യൂ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഇംഗ്ലീഷ് മൂവിയാണ്, കുട്ടികൾക്ക് വളരെ എൻ്റർടൈൻഡ് ആയിട്ടുള്ള ഒരു ചിത്രമാണ്. ഇറ്റ്സ് എൻ ഇൻ്റർനാഷണൽ ഇംഗ്ലീഷ് മൂവി. എല്ലാ പ്രേക്ഷകർക്കും അവർ TV 27 എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി റമദാൻ ആശംസകൾ നേരുകയാണ്. നോമ്പ് പിടിക്കാൻ എല്ലാ ആരോഗ്യവും ദൈവം തന്ന് ഞങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഈ ഒരു നല്ല അവസരം തന്ന് ഞങ്ങളെ പരിപാലിക്കുന്ന, അല്ലെങ്കിൽ ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന UAEക്ക് ദൈവം എല്ലാ അനുഗ്രഹങ്ങളും നൽകി ഈ രാജ്യത്തെ ഒരു ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്കും ഉന്നതിയിൽ നിന്നും ഉന്നതിയിലേക്കും എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. വാർത്താ അവലോകനവുമായി ഇതേ ദിവസം ഇതേ സമയം വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.